ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കോളിഫ്ലവർ ഫ്രൈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ മൈദയും ഒരുപാട് സാധനങ്ങൾ ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലതൊന്നുമില്ല. കോളിഫ്ലവറും കോൺഫ്ലവറാണ് മെയിനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ കോളിഫ്ലവർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ ചെറിയ കോളിഫ്ലവറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ പീസാക്കിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് 2 കപ്പ് കോളിഫ്ലവർ ഉണ്ട് നമ്മളിങ്ങനെ പീസാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാത്രത്തിൽ ഞാനിവിടെ കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അത് ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കോളിഫ്ലവർ എല്ലാം നന്നായിട്ട് വൃത്തിയായി നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം വെന്ത് കിട്ടും 2 മിനിറ്റ് തിളപ്പിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും പറ്റും. ഇപ്പോൾ ഇവിടെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ വെള്ളത്തിൽ നിന്ന് എടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മൈദയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നേരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ. ശരിക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ നല്ലൊരു മണവും രുചിയൊക്കെ ഇതിന് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഇതിന് ഞാൻ വേറെ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കളർ മാത്രമേ ഇതിനുള്ളൂ. പിന്നെ 2 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇത്ര ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യേണ്ടത്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല, എന്നാൽ നല്ല കട്ടിയാവാനും പാടില്ല. ശരിക്കും കോളിഫ്ലവറിൻ്റെ മേലൊക്കെ നന്നായിട്ട് കോട്ടിങ് പോലെ പിടിച്ച് നിൽക്കുന്ന പോലെ തന്നെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലൊട്ടും തന്നെ വെള്ളം പാടില്ല. വെള്ളമൊക്കെ നന്നായി വാർത്ത് കളഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങോട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇത് നേരെ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരെ ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. കാരണം കോളിഫ്ലവർ ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്കത് മേലെയുള്ള കോട്ടിങ്ങൊക്കെ ഒന്ന് ഫ്രൈ ആയി വരികയേ വേണ്ടൂ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നല്ലൊരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് 2-3 പച്ചമുളക് നടുകീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ആ കോരി എടുക്കുന്ന സമയത്ത്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ആണിത്. നമ്മളത് ചൂടോട് കൂടി തന്നെ കഴിക്കണം. തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ക്രിസ്പിനെസ് കുറയും, എന്നാലും ടേസ്റ്റിലൊന്നും മാറ്റുണ്ടാവില്ല. അപ്പോൾ ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.